ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു സാരി ഡ്രേപ്പിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ഓണമൊക്കെ ആയി വരുന്നത് കൊണ്ട് തന്നെ സെറ്റ് സാരി നമുക്ക് ഡിഫറെൻറ്റ് വേസിൽ എങ്ങനെ ഡ്രേപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞാനൊരു കണ്ടന്റ് ആയിട്ട് ചെയ്യുന്നത്. സോ ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു സെറ്റ് സാരിയാണ്. ഈ ഒരു സാരി എടുത്തപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ഷോൾ ഉണ്ടായിരുന്നു. സോ ഈ ഒരു ഷോളും ഈ ഒരു സാരി ഉപയോഗിച്ച് ഇതിനൊന്ന് ഡിഫറെൻറ്റ് വേസിൽ ഡ്രേപ്പ് ചെയ്താലോ എന്നൊരു ഐഡിയ തോന്നി. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ സാരിക്ക് ഞാൻ ഈ ഒരു ബ്ലൗസാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഫ്രണ്ടിൽ ചെറിയൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് റീജിയൻ എന്ന് പറയുമ്പോൾ കുറച്ച് വൈഡായിട്ട് വരും. അത് ജസ്റ്റ് ഒരു ചെറിയ കെട്ട് വെച്ചിട്ടുണ്ട്. അതിലും ഒരു ജസ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഷോൾഡർ പല്ലു വരുന്ന പോർഷന് വർക്ക് ചെയ്തില്ലാലും പ്രശ്നമില്ല. കാരണം ഈ ഭാഗം നമുക്ക് സാരി ഉടുക്കുമ്പോൾ ഉള്ളിലോട്ടായി പോകുന്നത് കൊണ്ട് അവിടെ വർക്ക് ചെയ്യുക എന്നുള്ളത് മസ്റ്റ് അല്ല. ഇനി നമുക്ക് സാരി ഉടുക്കുമ്പോൾ ആദ്യം നോർമൽ സാരി ഡ്രേപ്പിംഗ് പോലെ തന്നെ ചെയ്തു തുടങ്ങാവേ. ഇതാണ് നമ്മുടെ സാരിയുടെ ഡിസൈൻ വരുന്നത്. താഴ്ഭാഗത്തേക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഉണ്ട്. നല്ലൊരു ഭംഗിയുള്ളൊരു സാരിയാണ്. നമുക്കിത് ഹിപ്പ് റീജിയനിൽ നിന്ന് തന്നെ സാരി ഡ്രേപ്പ് ചെയ്ത് തുടങ്ങിയാണ്. നമ്മൾ ഈ ഒരു സ്റ്റൈല് സാരി ഡ്രേപ്പിങ്ങില് നോർമലായിട്ട് തന്നെ സാരി ഉടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ഹിപ്പില് ടക്കിൻ ചെയ്തു ജസ്റ്റ് സാരി ഡ്രേപ്പ് ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് ചുറ്റിയെടുക്കുക. ഇനി നമുക്ക് ഈ ഷോൾഡർ റീജിയനിലെ പ്ലീറ്റ്സ് ഒക്കെ ഒന്ന് പിടിക്കാവേ. ആദ്യം തന്നെ ഇതില് ഞാൻ ചെറിയ ഒരു പ്ലീറ്റ് ആണ് പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് പ്ലീറ്റ് ഈ ഒരു വീതിക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സുകളാണ് ഇതിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഈ ഒരു സാരി ഡ്രേപ്പിങ്ങിൽ കൂടുതൽ പ്ലീറ്റ്സ് കിട്ടുന്നത് നല്ലൊരു ഭംഗി കൊടുക്കും. അതുകൊണ്ടാണ് ഈ രീതിയിൽ സെറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ സാധാ സാരി ഉടുക്കുന്നതിനേക്കാൾ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് തന്നെ ഒന്ന് കുടഞ്ഞെടുക്കുന്നു. ഇനി നമുക്ക് ഈ ഞൊറികളൊക്കെ ഒന്ന് അടുക്കിയെടുക്കാവേ. ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കാം. കുഞ്ഞു പ്ലീറ്റ്സ് എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ഡിസ്റ്റൻസിൽ തന്നെ പിൻ ചെയ്ത് പോകണം കേട്ടോ. കാരണം കുഞ്ഞു പ്ലീറ്റ്സ് ആയതുകൊണ്ട് അത്യാവശ്യം ബുദ്ധിമുട്ടാണ് എടുക്കുന്നതിന്. ആ പ്ലീറ്റ്സ് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ പിൻ ചെയ്ത് ക്ലിയർ ആയിട്ട് പോകണം. എങ്കിൽ മാത്രമേ അത് ഓക്കെ ആയിട്ടിരിക്കത്തുള്ളൂ. നമ്മൾ സെറ്റ് സാരി ആകുമ്പോൾ ഈ ഒരു കൈത്തറി മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്കിതിൽ കോട്ടം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്ലീറ്റ്സ് പിടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കണം. ജസ്റ്റ് ഇടയ്ക്ക് കോട്ടം വരികയാണെങ്കിൽ അത് ഇതിനിടയിലാക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് നല്ല ഭംഗിക്ക് കിട്ടും. വീണ്ടും ഒരു പിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മുടെ ലെങ്തിനനുസരിച്ചിട്ടുള്ള പ്ലീറ്റ്സ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഡ്രേപ്പ് ചെയ്യുമ്പോൾ ഒന്നുകിൽ തലേ ദിവസം ഈ കുഞ്ഞു പ്ലീറ്റ്സ് ഒക്കെ മുന്താണി പിടിച്ച് വയ്ക്കുന്നതായിരിക്കും ഈസി. കാരണം രാവിലെ ആകുമ്പോൾ നമുക്ക് അത്രത്തോളം ടൈം കിട്ടുമെന്ന് തോന്നുന്നില്ല. സോ നമ്മൾ തലേ ദിവസം ഇതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ ഭയങ്കര ഈസി ആയിരിക്കും. ഇനി നമ്മൾ ഷോൾഡർ ലെങ്ത് കീപ്പ് ചെയ്ത് ഒരു പിൻ സെറ്റ് ചെയ്യാവേ. ഈ ഷോൾഡറിൽ ഞാനൊരു പിന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ ഒരു റീജിയനിൽ ഒരു പിന്നുണ്ട്. അതിപ്പോൾ നമ്മൾ ഇളക്കണ്ട. ഇതിങ്ങനെ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഹിപ്പ് റീജിയൻ സെറ്റ് ചെയ്യാവേ.
ഇപ്പോൾ ഹിപ്പിലൊരു പിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പ്ലീറ്റ് പിടിക്കണം. ഫ്രണ്ട് പ്ലീറ്റും നമ്മൾ നോർമൽ സാരി പിടിക്കുന്നതിനേക്കാൾ ചെറിയ ചെറിയ പ്ലീറ്റ് ആയിട്ട് പിടിക്കണേ. ചെറിയ ചെറിയ പ്ലീറ്റാണ് ഈ ഒരു ഡ്രേപ്പിങ്ങിന് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ട് വരുന്നത്. നമ്മളിതാ ഫ്രണ്ട് പ്ലീറ്റ്സ് പിടിച്ചിട്ടുണ്ട്. ഒത്തിരി ഞൊറി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഞൊറി ഒന്ന് അടുക്കി സെറ്റ് ആക്കാവേ. ഇപ്പോൾ എല്ലാ ഞൊറിയും അടുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു പിൻ ചെയ്യാം. ഇനി നമ്മൾ ഈ ഒരു ഞൊറി പൊക്കി പിടിച്ചതിന് ശേഷം ഈ പ്ലീറ്റ്സുകൾ ഒന്ന് അടുക്കി എടുത്തതിന് ശേഷം കൈ കൊണ്ടൊന്ന് തേച്ച് വിടുക. അപ്പോൾ അത് നല്ലൊരു അയൺ ചെയ്ത ഫീലിൽ നല്ല ഭംഗിയായിട്ട് കിട്ടും. നമുക്ക് തന്നെ ഇത് മറ്റൊരാളുടെ സഹായം ഇല്ലാതെ നന്നായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ജസ്റ്റ് ഒന്ന് ഈ പ്ലീറ്റ്സിനെ പൊക്കി പൊക്കി പിടിച്ചിട്ട് ഒന്ന് പ്ലീറ്റ്സുകൾ തേച്ച് വിടുക. നമ്മൾ തന്നെ ജസ്റ്റ് ഒന്ന് ഈ ഞൊറി പൊക്കി പിടിച്ചതിന് ശേഷം കൈകൊണ്ട് ഇങ്ങനെ ഓരോ പ്ലീറ്റ്സ് ആയിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചു വിടുക. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഞൊറി ഒതുക്കി പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഹിപ്പ് റീജിയനിലൊന്ന് ടൈറ്റ് ചെയ്ത് ടക്കിൻ ചെയ്തേ. ഈ ഭാഗത്തെ ഞൊറിയൊക്കെ നമ്മളിപ്പോൾ ഹിപ്പിൽ ടക്കിൻ ചെയ്തപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ പ്ലീറ്റ്സ് ജസ്റ്റ് ഒന്ന് ഊർന്നു പോകാതിരിക്കാൻ വേണ്ടി ഹിപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷോളിനെ ഒന്ന് ഞൊറി പിടിക്കാം. ഈ ഷോള് ഞൊറിയുമ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആയിട്ട് എടുക്കണം. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് പ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ അകത്താക്കി എടുക്കുക. അത് ജസ്റ്റ് ഒന്ന് വലുതായിട്ട് എടുത്തിട്ട് ബാക്കി പ്ലീറ്റ്സ് കുഞ്ഞു കുഞ്ഞായി എടുക്കുക. ഇപ്പൊ നമ്മൾ ഞൊറിഞ്ഞിട്ടുണ്ട്. ഈ ലാസ്റ്റ് പ്ലീറ്റിൽ ഈ ഒരു കട്ട് ചെയ്ത ഭാഗം അകത്തോട്ട് വരുന്ന രീതിയിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്യുക. ഇനി നമുക്കിവിടെ ഒരു പിൻ വെച്ച് സെക്യൂർ ആക്കാം. ഇവിടെ ഒരു പിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഷോളിനെ നമുക്ക് സാരിയിൽ വെച്ച് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാവേ. ഇനി നമ്മൾ ഈ ഹിപ്പ് റീജിയനിലെ പിന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കുക. ഇതിൽ നമുക്ക് 10 പ്ലീറ്റ്സ് വരുന്നുണ്ട്. അതിൽ ജസ്റ്റ് സെൻറ്റർ പോർഷൻ കണക്കാക്കി പ്ലീറ്റ്സിനെ ഒന്ന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഷോള് ഇതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് വയ്ക്കുക. അപ്പോൾ സാരിയുടെ കറക്റ്റ് ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്ത് വേണം ആ പ്ലീറ്റ്സ് സെക്യൂർ ചെയ്യാനേ. ഇതിലിപ്പോൾ ഷോളിൻ്റെ വീതി കുറച്ച് കുറവാണ്. അതുകൊണ്ട് ഷോള് കുറച്ച് താഴ്ന്നിട്ടാണ് നിൽക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു പ്ലീറ്റ്സ് വെച്ച് ഇതിനെ കവർ ചെയ്യുന്നു. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു പിൻ വെച്ച് സെക്യൂർ ചെയ്യാവേ. സെൻറ്റർ പോർഷൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വച്ച് ഈ പ്ലീറ്റ്സ് നമ്മൾ ഒന്ന് വിടർത്തിയതിന് ശേഷം ടക്കിൻ ചെയ്യാവേ. എനിക്ക് ഫുൾ ലെങ്ത്തിൽ വീഡിയോ കാണിക്കാൻ പറ്റുന്നില്ല. മാക്സിമം ഞാൻ കവർ ചെയ്ത് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഇനി ഇവിടുത്തെ ഈ ഒരു ഫസ്റ്റ് പോർഷൻ എടുത്തതിന് ശേഷം അത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു പിൻ ചെയ്ത് കൊടുക്കാവേ. ഈ പിൻ ചെയ്യുന്നത് ഞൊറിയുടെ അകത്തൂടെയാണ്.
അതുപോലെ ഈ താഴ്ഭാഗത്ത് ഒരു പിൻ ചെയ്ത് കൊടുക്കണേ. ഈ പിൻ ചെയ്തതുപോലെ തന്നെ ഈ ഫസ്റ്റ് പ്ലീറ്റ്സിലും ഈ ഒരു സെറ്റിന്റെ പ്ലീറ്റിലും അതുപോലെ നമ്മൾ പിൻ ചെയ്ത് കൊടുത്ത് സെക്യൂർ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്ലീറ്റ്സ് ഓക്കെ ആണ്. ഇനി നമുക്ക് ഷോൾഡർ പ്ലീറ്റ്സ് ഒന്ന് കറക്റ്റ് ചെയ്യാവേ. ഈ ഒരു പിന്ന് ഞാൻ മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് പ്ലീറ്റ്സ് ഒന്ന് ഓരോ പ്ലീറ്റ്സ് ആയിട്ട് നമ്മളിങ്ങനെ കൈ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യണേ. ഇനി നമുക്കിതിലൊരു കർച്ചീഫ് സെറ്റ് ചെയ്യാവേ. ഇത് കർച്ചീഫ് സെറ്റ് ചെയ്യുമ്പോൾ ഈ കൈത്തറി സാരി ആയതുകൊണ്ട് നല്ല തിന്നായിരിക്കും. അപ്പോൾ അത് പുറത്ത് ഹിപ്പ് റീജിയനിൽ സെറ്റ് ചെയ്താൽ അത് പുറത്ത് കാണാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ബ്ലൗസിൻ്റെ ഭാഗത്ത് സെക്യൂർ ചെയ്യണതാണ് ഏറ്റവും നല്ലത്. സോ നമുക്ക് ജസ്റ്റ് ഇതിനെ ഒന്ന് ബ്ലൗസിലോട്ട് സെറ്റ് ചെയ്യാവേ. കർച്ചീഫ് മടക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ വെച്ചിട്ട് ഞാനൊരു പിൻ ചെയ്യുന്നുണ്ട്. ഇനി നമ്മളിതിനെ ഇങ്ങനെ മടക്കിയിട്ട് ഹിപ്പിലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും സെറ്റ് സാരി ഡ്രേപ്പിങ്ങിന് ഇതാണ് നല്ലത്. അപ്പോൾ നമ്മൾ കർച്ചീഫ് വച്ചിട്ടുണ്ടെന്ന് പുറത്തറിയാനും പറ്റത്തില്ല. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഹെയർ സെറ്റ് ചെയ്യാവേ. That I could cough out my emotions in a healthy manner and just become the right person that actually matters. And every day I drive my car to my little job and I find some peace in the stations. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ജസ്റ്റ് ഈ ഒരു ടൈപ്പ് ഡ്രൈപ്പിങ്ങിന് കുറച്ച് ടൈം കൂടുതൽ വേണം. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് വേണം നിങ്ങൾ സാരി ഉടുക്കാൻ തുടങ്ങേണ്ടത്. Doesn't always agree what I'm thinking inside. Think about it, your gut can lie. And when you're hungry but it hurts to eat, do you actually wanna die? No matter how bad it tastes, I want it. Here's a metaphor for my life. I'm eating McDonald's to get healthy. Tell me how that makes sense. ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. ബൈ ബൈ.